ഹലോ എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായും സ്വസ്ഥമായും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ നമ്മളൊരു പിക്കപ്പ് ആൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയ ജീവിതം വിജയകരമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളുണ്ട്. 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പുകളെയും സന്ദേശങ്ങൾ മുഴുവനായും കേട്ടതിന് ശേഷം നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. അതുപോലെ ആവർത്തിച്ച് വരുന്ന സന്ദേശങ്ങളും പ്രത്യേകം നോട്ട് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിങ്സിനായിട്ട് ഒന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് അഗെയിൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സമയം നൽകുകയാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തംബ്നെയിലിലെ 3 ചിത്രങ്ങളിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാണുന്ന 3 ഫയലുകളിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പം നിങ്ങൾ ഈ ഒരു ഫയൽ അല്ലെങ്കിൽ തംബ്നെയിലിലെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഡെക്ക് ഒന്ന് ഇവിടെ സ്പ്രെഡ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്പ്രെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് നിങ്ങൾക്ക് നല്ല ക്ഷമയുണ്ടായിരിക്കണം എന്ന് കാണുന്നു. കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പ്രണയ ജീവിതം അത് പ്രോഗ്രസ് ചെയ്യുന്നതിന്, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് ഒരു സമയമുണ്ട്. ആ കൃത്യസമയത്ത് തന്നെയാണ് അതിൽ ആ പ്രോഗ്രസ്, അത് മുന്നോട്ട് പോകുക, ആ ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതിനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ സമയത്ത് തന്നെ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ നിങ്ങൾ അതിനെ ധൃതി വയ്ക്കാൻ പാടില്ല. നിങ്ങൾ നല്ല ക്ഷമയോടെ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കാൻ ശ്രമിക്കുക. ആ റിലേഷൻഷിപ്പിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് അത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കണം. ഇത് സക്സസ്ഫുൾ ആയിരിക്കും, അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാൻ എന്ന് പറയുന്നു. അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കേണ്ട എഫേർട്സ്, ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടേതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ടാകാം. അതിൽ നിങ്ങൾ വർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നതും ഈ പ്രണയത്തിലാകുന്നതിന് മുൻപ് പറ്റുമെങ്കിൽ അതിന് മുൻപേ തന്നെ നിങ്ങളുടെ മുന്നത്തെ ട്രോമ വൂൺസ് എന്നൊക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ അതിനായിട്ട് കൃത്യമായി വർക്ക് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡിയാണ് എന്ന് നിങ്ങൾക്ക് ആ ഒരു ഉറപ്പുണ്ടാകുമ്പോൾ മാത്രം ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാനായിട്ട് പറയുന്നു. അപ്പോൾ മാത്രമാണ് അത് വളരെ ഒരു പീസ്ഫുള്ളായ, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആകുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ആ ഒരു പ്രണയ ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ആദ്യമേ തന്നെ ഫീൽ ചെയ്യുന്നതാണ്. ഈ വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഒരു ഫെമിലിയാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോലും അത് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ആണെന്ന് മനസ്സിലാക്കാം. നിങ്ങളൊരു സോൾ ഫാമിലി മെമ്പർ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു കണക്ഷനിലായിരിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡിസ്ട്രാക്റ്റഡ് ആകാൻ പല കാരണങ്ങളുണ്ടായിരിക്കും, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന് അതിനെ അർഹിക്കുന്ന പ്രയോറിറ്റി നിങ്ങൾ നൽകിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ പല കാര്യത്തിലും നിങ്ങൾ എന്താ പറയേണ്ട തിരക്കുകൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊരു വ്യക്തിയെ ക്ഷണിക്കുമ്പോൾ അവർക്കും നിങ്ങൾ സമയം കണ്ടെത്തിയിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു കണക്ഷൻ കൂടുതൽ ദൃഢമാകുന്നതും അതുപോലെ ഒരു ബാലൻസ്, ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ട് മുന്നോട്ട് പോകുന്നതും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഒരു മെച്യൂർ ആയിട്ട് വേണം ഈ ഒരു റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യാൻ എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കാണുന്നത് ശരിയാണെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങളൊരു സിംഗിളാണ്, നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ പോകുന്നുള്ളൂ എങ്കിൽ ഇത് നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ ഇതുവരെ അവരെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഒരു ന്യൂ എനർജിയാണ്. ഇനി അഥവാ ഒരു പരിചയം ഉണ്ടെങ്കിൽ പോലും അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ സ്വീകരിക്കാൻ റെഡിയാകുക എന്ന് പറയുമ്പോൾ ഇതൊരു പുതിയ തുടക്കമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ മുന്നേ ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട്, അത് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി അത് ഡിറ്റാച്ച്ഡ് ആയി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അതിനൊരു ക്ലോഷർ നൽകിയതിന് ശേഷം മാത്രം ഈ ഒരു കണക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞു പോയതിനെ വിട്ട് കളയാനാണ്. ഓക്കെ, അതിൽ ഇനി നിങ്ങളിങ്ങനെ ഫോക്കസ് ചെയ്താൽ തിരിച്ചു വരുമോ എന്ന് നോക്കി വെയിറ്റ് ചെയ്തിരിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്.
പിന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അത് കണ്ടിന്യൂ ചെയ്യാം. അത് യാതൊരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, അത് വിട്ടുകളയാൻ പാടില്ല ആ മാനിഫെസ്റ്റേഷൻ. ഓക്കെ, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പറയുന്നുണ്ട്. റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ എങ്ങനെയാണ് ഈ ബന്ധം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം, വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ തുറന്ന് സംസാരിക്കുക. നിങ്ങൾ റിലേഷൻഷിപ്പ് ചെയ്യുന്ന ഒരു പാർട്ട്ണറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. അതുപോലെ അവരെന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് വിഷമമാകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞതിൻ്റെ ഒരു ഇൻറ്റൻഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊക്കെ കൃത്യമായി തുറന്ന് ചോദിക്കുക. നിങ്ങളായിട്ടൊരു അനുമാനത്തിൽ എത്തിയിട്ട് അതിൻ്റെ പുറത്തൊരു ആക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാകരുത് എന്ന് പറയുന്നു. ഓക്കെ, ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഒരു ലവ് ലൈഫ് സക്സസ്ഫുൾ ആകാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് അർഹിക്കുന്ന ആ ഒരു പ്രാധാന്യം നൽകണം. ഈ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അപ്ഗ്രേഡ് വരുന്നതാണ്. ആ ഒരു അപ്ഗ്രേഡിന് നിങ്ങൾ തയ്യാറാകണം. ആ മാറ്റങ്ങൾ വരുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അതുപോലെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒരു അട്രാക്ഷൻ, ഒരു പാഷൻ, ഇൻറ്റിമസിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അതിനും ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ത്രൂ ഔട്ട് ആ ഒരു ഇൻറ്റിമസി, ആ ഒരു അട്രാക്ഷൻ, ആ ഒരു പാഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യുന്ന നിങ്ങൾക്ക് ആസ്വദിക്കുന്ന ഒരു പ്രണയ ജീവിതമായിട്ട് അത് മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻറ്റിമസിയും ആ ഒരു കണക്ഷനും നിങ്ങളുടെ ഇടയിൽ ആ ഒരു കെമിസ്ട്രി അത് ത്രൂ ഔട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നേ വേണം. നിങ്ങൾ അതിനായിട്ട് സമയം കണ്ടെത്തണം. നിങ്ങൾ അതിന് എഫേർട്ട് എടുക്കണം. രണ്ടുപേരും ഈക്വലി എഫേർട്ട് എടുക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഫയൽ അല്ലെങ്കിൽ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നോക്കാം നിങ്ങളുടെ പ്രണയ ജീവിതം വിജയകരമാകാൻ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഞാൻ ആദ്യം തന്നെ ഈ കാർഡ്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആദ്യമേ പറയുന്നൊരു കാര്യം, പ്രത്യേകിച്ച് നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ പാർട്ട്ണറെയാണ് വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് വേണ്ടത് എന്ന കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ റിയലിസ്റ്റിക് ആയിരിക്കും, ഓഫ് കോഴ്സ്. ഓക്കെ, അതെടുത്ത് പറയുന്നു, റിയലിസ്റ്റിക് ആയിരിക്കും. ഞാൻ അതങ്ങനെ കേട്ടു. ഓക്കെ, അപ്പോൾ റിയലിസ്റ്റിക് ആകുക. പക്ഷെ അതേസമയം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം എങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കണം, എങ്ങനത്തെ പാർട്ട്ണർ ആയിരിക്കണം. അതിനായിട്ട് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ഓക്കെ, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഒരു നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അത് ഇങ്ങനെയായിരിക്കണം ആ വ്യക്തി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇങ്ങനെയായിരിക്കണം, അതിലൊരു വിട്ടുവീഴ്ച വരുത്താൻ നിങ്ങൾ തയ്യാറാകരുത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ ആ ഒരു റൈറ്റ് കണക്ഷൻ, ആ റൈറ്റ് പേഴ്സൺ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷേ ആ പേഷ്യൻസ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിപ്പോൾ അത് സിംഗിൾസ് അല്ല എല്ലാവരോടായിട്ട് പറയുന്നു, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്ത് ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, ആ പോകുന്ന പോലെ ആ കണക്ഷനിൽ ആയിരിക്കാനായിട്ട് പറയുന്നു. അതിൽ പല മാറ്റങ്ങൾ സംഭവിക്കും. പല സമയത്ത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്ത് വരേണ്ടതായിട്ട് വരും. ഓക്കെ, നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കും, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരും. പ്രത്യേകിച്ച് പ്രണയത്തിനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒക്കെയുള്ള നിങ്ങൾക്കുണ്ടായിരുന്ന ചില മുൻധാരണകൾ, അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഓക്കെ, ഞാൻ കേൾക്കുന്നത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ. അതൊരു എന്താ പറയുക, സ്പെസിഫിക് ആയിട്ടൊരു ടേമാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ തയ്യാറാണോ? മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായിരിക്കണം, അതാണ് പറയുന്നത്. അതിന് ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കരുതെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതായത് ആ വരുന്നത്, അപ്പം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു റിലേഷൻഷിപ്പാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ റിലേഷൻഷിപ്പ് ആയിരിക്കണം, ആ പാർട്ട്ണർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് അതിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകണം. അതിൽ വരുന്ന മാറ്റങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഓക്കെ, എൻ്റെ രീതി മാത്രമാണ് ശരിയായ രീതി, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ശരിയായ കാഴ്ചപ്പാട്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിലായിരുന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കണക്ഷനോ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംതൃപ്തിയോ ലഭിക്കില്ല. അത് പക്ഷേ
നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അല്ല തെറ്റ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു പല കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ചില കാഴ്ചപ്പാടുകളുണ്ടാവും, പക്ഷെ അതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് നമ്മൾ വാദിക്കാൻ പാടില്ല. ഓക്കെ, അത് നമ്മുടെ ശരിയാണത്, കാരണം നമ്മുടെ ജീവിതത്തിൻ്റെമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരിയാണത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഞാൻ പറയുന്നത് അവരുടെ കാഴ്ചപ്പാട് സ്വീകരിക്കാമെന്നല്ല, നിങ്ങൾ രണ്ടുപേരും അതിനെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് കോമൺ ആയിട്ടൊരു പോയിന്റ് എത്തും എന്തായാലും. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ആ ഒരു കാഴ്ചപ്പാടിൽ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിപ്പെടുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ടായിരിക്കും, അവിടെ എത്തി നിൽക്കുക, അത് ഉൾക്കൊള്ളുക. ഓക്കെ, അതാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, ശരിയാണ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ കെയർ ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് സ്നേഹം കൊടുക്കണ്ട എന്നല്ല അതിനർത്ഥം. ഓക്കെ, നിങ്ങളുടെ സെൽഫ് ലവ് അത് നിങ്ങളുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ഇപ്പം നമ്മൾ ഡെയിലി റുട്ടീൻ എന്നൊക്കെ പറയില്ലേ, നമ്മളിപ്പോൾ എല്ലാ ദിവസവും എണീക്കുക കുളിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണല്ലേ, അതിലൊരു മാറ്റമൊന്നുമില്ല, നമുക്ക് ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓഫ് കോഴ്സ് ഹൈജീൻ ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുക വേണം. അതുപോലെ ഒന്നാണ് സെൽഫ് ലവ്. ഓക്കെ, അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്, അത് എന്നൊക്കെയുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ശരിയാണ്, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാൾ വന്നു എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ സെൽഫ് ലവ് ഒന്നും വേണ്ട, അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യണം. സെൽഫിഷ് ആവണം എന്നല്ല ഞാനിവിടെ പറയുന്നത്, കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വേദനിച്ചുകൊണ്ട്, നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വിലയില്ലാതാക്കിക്കൊണ്ട്, അപമാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനം കൊടുക്കുന്ന അവസ്ഥ അത് പാടില്ല. ഓക്കെ, അവിടെ നിങ്ങളെ സാക്രിഫൈസ് ചെയ്യാണ്, നിങ്ങളെ എന്താ പറയുക അപമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ ഓക്കെയാണ്, അതിനോട് അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്കൊരു വിലയില്ലാത്ത പോലെ, നിങ്ങളെ കൺസിഡർ ചെയ്യാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്. കാരണം അത് അങ്ങനെയായാൽ റിലേഷൻഷിപ്പിൽ ഒരു സമാധാനം ഉണ്ട്. അവിടെ നിങ്ങളോട് തന്നെ അനീതി ചെയ്യാണ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. സെൽഫ് പ്രയോറിറ്റൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതിനൊരു സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ പാർട്ട്ണറോട് സംസാരിക്കൂ, അത് കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ സെൽഫ് ലവ് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടും കൊണ്ടുപോകുന്നു, അതിനൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ഒരു പോയിന്റ്. പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിട്ട് കുറച്ച് നാളുകൾ എത്തിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ മനസ്സിന് വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അത് എന്താ പറയുക, നമ്മൾ രണ്ടുപേരും, നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന രണ്ട് വ്യക്തികൾ, നിങ്ങൾ രണ്ട് കൾച്ചറിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിപ്പോൾ ഒരേ നാട്ടുകാരാണെങ്കിലും നിങ്ങളുടെ ഫാമിലിയുടെ കൾച്ചർ എന്ന് പറയുന്നത് രണ്ടായിരിക്കും അല്ലേ. രീതികളും എന്താ പറയുക കാഴ്ചപ്പാടുകളും പിന്നെ റിച്വൽസ് ഫോളോ ചെയ്യുന്നതൊക്കെയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായൊരു എന്താ പറയുക സംസ്കാരങ്ങളാണ്. അത് ഓരോ സംസ്ഥാനത്ത് ഓരോ ജില്ലകളിലും വ്യത്യസ്തമായ സംസ്കാരങ്ങളാണ്. ഓരോ ജില്ലകളെടുത്താലും അതിലും ഓരോ സ്ഥലങ്ങളിൽ പോയാലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങളാണ് അല്ലേ. അത് അത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഡിഫറൻസ് നിങ്ങളുടെ ഇടയിലുണ്ട്. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി അത് അവരങ്ങനെയായിട്ടുള്ളത് അവരുടെ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളതിൻ്റെ ഭാഗമാണ് അവരുടെ രീതി ഇങ്ങനെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. തിരിച്ചും അവരും നിങ്ങളെ മനസ്സിലാക്കണം, നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിൽ നിങ്ങൾ രണ്ടുപേരും ഈക്വൽ എഫേർട്ട് എടുക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈക്വലി റെസ്പെക്റ്റ് ചെയ്യുകയും വേണം. ഓഫ് കോഴ്സ് ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് ചിലപ്പോൾ നല്ലതായിരിക്കില്ല. ഓക്കെ, നമ്മളതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇപ്പോൾ പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാർ അവരാണ് പുറത്തു പോയി ജോലി ചെയ്യലും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. സ്ത്രീകൾ അങ്ങനെ പുറത്തു പോകുന്നൊരു പ്രവണത ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടിലിരിക്കുന്നത് സ്ത്രീകളായതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. കാരണം അവർ പുറത്തു പോയി അധ്വാനിച്ചിട്ടാണ് വരുന്നത്, അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അത് പണ്ടത്തെ കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജോലിക്ക് പോകുന്നു, ഒരുപോലത്തെ ജോലികൾ ചെയ്യുന്നു, എന്നിട്ട് ആണ് തിരിച്ചു വരുന്നത്. അപ്പോഴും എന്താ പറയുക, പണ്ട് അമ്മമാരിങ്ങനെ ചെയ്തത്, അപ്പോൾ സ്ത്രീകൾ തന്നെയാണ് അടുക്കളപ്പണി വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, പുരുഷന്മാർക്ക് അതില്ല. അത് ശരിയല്ല, ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ഓക്കെ, രണ്ടുപേരും ഇപ്പോൾ ഒരുപോലെ പുറത്തുപോയി പണിയെടുക്കുന്നു അല്ലേ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് തിരിച്ചു വന്നാലും ഒരുപോലെ വീട്ടിലത്തെ കാര്യങ്ങളും ചെയ്യാം. വീട്ടിലത്തെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഒരു
സ്ത്രീയുടെ തലയിൽ അല്ലെങ്കിൽ എല്ലാം പുരുഷൻ്റെ തലയിൽ അങ്ങനെയല്ല. നിങ്ങൾ പാർട്ട്നേഴ്സാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. റെസ്പോൺസിബിലിറ്റീസും ഈക്വലി ആണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് എപ്പോഴും അതിനായി നിങ്ങൾ നല്ലോണം എഫേർട്ട് എടുക്കണം. അത് നിങ്ങൾ രണ്ടുപേരും അതിനായിട്ട് തയ്യാറാവണം. നിങ്ങളുടെ ഈഗോയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തയ്യാറായാൽ മാത്രമേ അതിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ലോണം നിങ്ങളുടെ ഭാഗത്ത് എഫേർട്ട് എടുക്കേണ്ടതാണെന്ന് എടുത്ത് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാവും. ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്, 2 ധ്രുവങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. പ്രശ്നങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ അത് സോൾവ് ചെയ്യുക, അത് ആ രാത്രി കടന്നു പോകാൻ പാടില്ല. ഓക്കെ, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പും മുന്നോട്ട് പോകാൻ പാടില്ല. ഡെഫിനറ്റ്ലി അതല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ പിണക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ആ രാത്രിക്കുള്ളിൽ തന്നെ അത് സോൾവ് ചെയ്തിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിൽ വെച്ച് അത് സോൾവ് ചെയ്യാതെ അല്ലെങ്കിൽ അത് കഴിഞ്ഞു വിട്, അങ്ങനെയല്ല. കഴിഞ്ഞു വിട് അല്ല, അതിരുന്ന് സംസാരിക്കുക. എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്? അപ്പോൾ തുറന്ന് പറയണം. നിങ്ങൾ ആ പറഞ്ഞത് എനിക്ക് വേദന എടുത്തു, അല്ലെങ്കിൽ നീ ആ പറഞ്ഞത് എനിക്ക് വിഷമായി, ഞാൻ അങ്ങനെ ആണോ ചെയ്യണത്? അപ്പോൾ അത് നമ്മൾ ഒരു സമാധാനപരമായിട്ട്, അപ്പോഴേക്കും ശബ്ദമുയർത്താനും റിയാക്ട് ചെയ്യാൻ നിൽക്കരുത്. സമാധാനപരമായിട്ട് ഇപ്പോൾ വഴക്കുണ്ടാകാനുണ്ടായ അല്ലെങ്കിൽ ഒരു പിണക്കം ഉണ്ടാകാനുണ്ടായ സാഹചര്യത്തിനെ വിലയിരുത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കണം. ഓക്കെ, അല്ലാതെ അത് വിട്ട് കളയാന്ന് പറഞ്ഞാൽ അവിടെ ഒരു സൊല്യൂഷനൊന്നുമില്ല. അവിടെ യാതൊരു തരത്തിൽ അതിന് ഡിസ്കസ് ചെയ്യലുമില്ല. അതിനെ സപ്രസ് ചെയ്തു. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന വിഷമങ്ങളും വേദനകളും ഒക്കെ അത് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെന്തുണ്ടാവും? വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ കഴിഞ്ഞു പോയ കാര്യത്തിൽ അപ്പോൾ പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അപ്പോൾ എന്താ പറയുക, അത് കൃത്യമായി സോൾവ് ചെയ്യാത്തതുകൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ പ്ലസ് ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ ഫ്രസ്ട്രേഷൻ കൂടി അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഒരു രാത്രി വിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് മുന്നോട്ട് പോകാൻ സമ്മതിക്കരുത്. അത് രണ്ടുപേരും ഒരുപോലെ ചെയ്യേണ്ട കാര്യമാണ്. ഇനി അഥവാ നിങ്ങളുടെ പാർട്ട്ണർ എഫേർട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ ആ എഫേർട്ട് എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് കാണുന്നു 8 of Swords ആണ് പിന്നെ കിട്ടിയിട്ടുള്ളത്. 2 of Swords. കാട് കയറി ചിന്തിക്കുന്ന പ്രവണത, ഓവർ തിങ്കിങ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് വളരെ എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഈ ഓവർ തിങ്കിങ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഓരോ സമയം ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം. അപ്പോൾ ഒരു കാര്യം ആ വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ പാർട്ട്ണർ പറയുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഇൻറ്റൻഷൻ ആയിരിക്കില്ല ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് വേണം? തുറന്ന് ചോദിക്കണം, ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പോൾ അവർ പറയാതാണെങ്കിൽ ആണെന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും. അപ്പോഴാണ് പിന്നെ നെക്സ്റ്റ് ഡിസ്കഷനിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നമ്മളൊരു അനുമാനത്തിലെത്തി ഇങ്ങനെയാവും ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ വെച്ച്, എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തു, അതിങ്ങനെ എന്നെ മനസ്സിൽ വെച്ച് 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 അത് ഫ്രസ്ട്രേറ്റഡ് ആയി, നിങ്ങൾ ആകെ അസ്വസ്ഥരായി. പിന്നെ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തമാശയ്ക്ക് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വളരെ കാഷ്വലായി ചോദിച്ചാൽ പോലും അവിടെ നിന്നൊരു പ്രശ്നമായി, തല്ലായി, വഴക്കായി. അതെന്തുകൊണ്ടാണ്? മനസ്സിൽ ഇങ്ങനെ ഇട്ട് പെരുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് കാര്യം. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, തുറന്ന് പറയാം. പിന്നെ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ. ചിലർക്ക് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായ കൾച്ചറിൽ നിന്ന് വന്നതാണെന്ന് ആലോചിക്കുക. അപ്പോൾ എന്ത് വേണം? പറയാം, നിങ്ങൾ ഇത് ചെയ്ത് തരണം എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യും, നിങ്ങൾ ഇതൊന്ന് ചെയ്യൂ എന്നുള്ളത്. ഓക്കെ, എന്നാൽ പാർട്ട്ണർ എപ്പോഴും നമ്മളിപ്പോൾ ഒരാളോട് ഇങ്ങനെ ചെയ്തു തരൂ എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ ആരോടാണ് പറയുന്നത് ആ വ്യക്തി ചെയ്യേണ്ട കാര്യം എന്താണ്? ഓക്കെ, എന്നോട് ഈ ഒരു സാഹചര്യത്തിൽ അത് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകുമ്പോൾ ഞാൻ ഇത് ചെയ്യണമെന്ന് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാനത് ചെയ്യണം. അത് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള എഫേർട്ട് നിങ്ങൾക്കും ഉണ്ടാവണം. അപ്പോൾ ആദ്യം ശരിയാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഇതിങ്ങനെ ചെയ്യും, നിങ്ങളുടെ പാർട്ട്ണർ പറയണം ഇങ്ങനെ ഒന്ന് ചെയ്യൂട്ടോ, എന്നെ ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, എനിക്കത് വളരെ എന്താ പറയുക ഉപകാരമായിരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു എഫേർട്ട് വേണം അത് ഓർത്ത് വെച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാട് കയറി ചിന്തിക്കാതെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഒരു മനസ്സിലാക്കുന്നതിലൊരു വിഷമമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണോ ശരിയെന്നറിയാൻ നിങ്ങൾ തുറന്ന് സംസാരിക്കണം. അവിടെ നിങ്ങൾ മടി വിചാരിക്കരുത്, എൻ്റെ മനസ്സറിഞ്ഞ് പെരുമാറട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളും പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ അന്ന് ഇനി മനസ്സിലാക്കണ്ട. അതൊക്കെ ഈഗോ ആണ്. ഓക്കെ, അതൊക്കെ വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഫുൾ കാർഡാണ് പറയുന്നത്. എന്താ പറയണമെന്ന് വെച്ചാൽ ഫസ്റ്റ് കാർഡ് പറഞ്ഞത് തന്നെയാണ് ലാസ്റ്റ് കാർഡും പറയുന്നത്. ഈ റിലേഷൻഷിപ്പും ഈ ഒരു പാർട്ട്ണറും നിങ്ങളെയും യൂണിവേഴ്സിന് സമർപ്പിക്കാം. യൂണിവേഴ്സിനോട് പറയാം, ഞാൻ ഇങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള റിലേഷൻഷിപ്പ് അവൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ എന്നെയും ഈ റിലേഷൻഷിപ്പിനെ എൻ്റെ പാർട്ട്ണറെയും ഞാൻ യൂണിവേഴ്സിൽ സമർപ്പിക്കുകയാണ്. എനിക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിൽ സമ്പൂർണ്ണം സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനെന്നെ സഹായിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക?
മുന്നോട്ട് പോവുക. എന്നിട്ട് പറയുക, യൂണിവേഴ്സിറ്റിയോട് പറയുക, ഓരോ സമയങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടപ്പോൾ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് തന്ന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി നോക്കി നോക്കൂ. നിങ്ങൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകണം. ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ എൻജോയ്മെൻറ്റ് നിറഞ്ഞതായിരിക്കും. നിങ്ങളും അതിലും പറഞ്ഞ പോലെ ശരിയാണ്, റിലേഷൻഷിപ്പുകൾ ആകുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് വരും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അല്ലേ. ആ റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുവരരുത്. കളിയും തമാശയും ഒക്കെ കൂടിയതാണ് ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആവുള്ളൂ. ഓക്കെ, ഒരു സമയം വരെ കളി തമാശ പാടുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ടൈം ലൈഫ് ലോങ് സീരിയസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ കളിയും തമാശ എപ്പോഴും വേണം, എന്നാൽ കളിയും തമാശ മാത്രം ആവരുത്. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ബ്ലെൻഡാണ് വേണ്ടത് എല്ലാത്തിൻ്റെയും. കളിയും ചിരിയും വേണം, തമാശകൾ വേണം, എൻജോയ്മെൻറ്റ് വേണം, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതും ഹാൻഡിൽ ചെയ്യണം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതും ചെയ്യണം. ഓക്കെ, അതെല്ലാം കൂടെ ഒരു ബ്യൂട്ടിഫുൾ ബ്ലെൻഡായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റണം. അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പാർട്ട്ണറിനും അത് പറ്റണം. അതങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ അത്രയും ആസ്വദിച്ചുകൊണ്ട് പോകുന്നൊരു ബന്ധമായിട്ട് മാറുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, ഒരു ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ റീഡിംഗ് ഇഷ്ടമായാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. താങ്ക് ഹലോ ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പൈലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയജീവിതം വിജയകരമാക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു കാർഡ്സ് ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിങ്ങളുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങാം. അപ്പോൾ ആദ്യമേ ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ് കേട്ടോ. ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് പെൻറ്റക്കിൾസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് എനിക്കിവിടെ കാണുന്നു. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ആദ്യം തന്നെ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് നിങ്ങളെ സംബന്ധിച്ച് ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങൾക്കുള്ള ഇൻസെക്യൂരിറ്റീസ്, ഓക്കെ, സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ്, അതിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. അതൊക്കെ നിങ്ങൾ എന്താ പറയുക, മൊത്തത്തിൽ അതൊരു 90% നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾക്ക് ഈ ഒരു ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ വാലിഡേഷന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. യെസ്, അത് നമുക്ക് സന്തോഷം തരുന്നതാണ്, നമുക്ക് കൂടുതൽ അതൊരു എന്താ പറയുക, കൂടുതൽ നമുക്ക് അതൊരു ആത്മവിശ്വാസം നൽകുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് തന്നെ ആ വാലിഡേഷൻ നൽകും. നിങ്ങൾ തന്നെയാണ് എക്സ്റ്റേണൽ വാലിഡേഷൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഇൻസെക്യൂരിറ്റീസൊക്കെ മാറ്റിയെടുക്കുക. അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് എടുക്കുക. അതും നിങ്ങൾ വളരെ മെച്യൂർലി വേണം നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനെന്ന് പറയുന്നു. നല്ല ആത്മവിശ്വാസം വേണം, ഹൈലി മെച്യൂർഡായിട്ട് വേണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആയിരിക്കാനായിട്ട്. ഓക്കെ, മെച്യൂർ ആവാന്ന് പറഞ്ഞാൽ സീരിയസ് ആകുക എന്നല്ല ഉദ്ദേശിക്കണം കേട്ടോ. സീരിയസ് ആയിട്ട് അധികം മിണ്ടാതെ അങ്ങനെയല്ല, എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടാകണം ഡെഫിനറ്റ്ലി. പക്ഷേ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ ഓരോ സന്ദർഭങ്ങൾ റിയാക്ട് ചെയ്യുമ്പോഴോ അത് കൃത്യമായി ആ സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ട് റിയാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കുമ്പോഴും കാര്യങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കുക. ധൃതി വെച്ച് ഡിസൈഡ് ചെയ്യുക, അതുപോലെ മുന്നും പിന്നും നോക്കാണ്ട് റിയാക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു മെച്യൂർ എനർജി എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ ആസ് എ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. ഒരു ഇന്നർ എന്താ പറയുക, ഒരു റീബർത്ത് നിങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ മാത്രമല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട്. ആ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ നിങ്ങൾ ട്രിഗേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളിൽ ഉള്ളിലുള്ള ട്രോമ, വൂൺസ് ഇതൊക്കെയാണ് ട്രിഗേർഡ് ആകുന്നത്. ഓക്കെ, അതിനെ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അതിനെ ട്രിഗർ ചെയ്യുന്നുണ്ടാവും. ട്രിഗർ ചെയ്യുന്ന എന്തിനാണ്, ആ ഭാഗം ഒന്ന് ഹീൽഡ് ആയിട്ടില്ല എന്നാണ് നിങ്ങൾ അറിയുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യുന്ന രീതികൾ നിങ്ങളിൽ ഒരു ട്രിഗറിങ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് മുന്നും ഇതുപോലൊരു സന്ദർഭത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹീൽഡ് ആയിട്ടില്ല. ആ വൂണ്ട്, ആ ട്രോമ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് നിങ്ങളുടെ പാർട്ട്ണർ അറിയിച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കുക. അവർ പോലും ചിലപ്പോൾ കോൺഷ്യസ്ലി ആവില്ല നിങ്ങൾ അറിയിച്ചു തരുന്നത്, പക്ഷേ അവരിലൂടെ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങളൊരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കേണ്ടതും നിങ്ങളുടെ ലവ് ലൈഫ് സക്സസ്ഫുൾ ആവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൂടെ പറയുന്നു. നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഓക്കെ, പിന്നെ ക്യൂൺ ഓഫ് വാണ്ട്സ് പറയുന്നത് തന്നെയാണ്, വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. നിങ്ങളായിരിക്കുന്നതിൽ കോൺഫിഡൻ്റ് ആകുക. നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾ യുണീക്കാണ്, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ ഹാൻസം ആണ്. ഓക്കെ, നിങ്ങൾ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഡിസയർ തോന്നാം, നിങ്ങൾ ഡിസയറബിൾ ആണ്. ഓക്കെ, അതും നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
കോഡിപ്പെൻഡൻസി ഇഷ്യൂസ് ഞാൻ നിങ്ങളിൽ കാണുന്നുണ്ട്. ഓക്കെ, അതായത് എന്തിനും ഏത് ഈ എക്സ്റ്റേണൽ വാലിഡേഷൻ പറഞ്ഞ പോലെ എന്തിനും ഏത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക, എന്ത് കാര്യത്തിനും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അഭിപ്രായം, നിങ്ങളുടെ പാർട്ട്ണർ പറയുന്നത്, അതൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. ശരിയാണ്, നമ്മളത് എക്നോളജ് ചെയ്യണം, അത് റെസ്പെക്ട് ചെയ്യണം, നമ്മളത് എന്താ പറയുക, ഇമ്പോർട്ടൻസ് വേണം. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാവരുത്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ഡ്രസ്സ് ഇട്ടു, നിങ്ങൾക്ക് അത് വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നി, നിങ്ങളിട്ടപ്പോൾ നിങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഭംഗിയുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറും കൂടെ പറയണം ഭംഗിയുണ്ടെന്ന്. പാർട്ട്ണറുണ്ട്, പക്ഷേ പാർട്ട്ണറിൻ്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ ഇത് കുഴപ്പമില്ല, അവർ ചിലപ്പോൾ ഒന്നും ഉദ്ദേശിച്ചിട്ട് അവർ കുഴപ്പമില്ല, അവരെയൊക്കെ സംബന്ധിച്ച് അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ശരിയാ, എനിക്കിത് ഭംഗിയില്ല, ഇത് എനിക്ക് വിചാരിച്ച പോലെ ഭംഗിയൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് അവിടെ പോയി. പിന്നെ നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ട് ഫസ്റ്റിൽ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്, അതിൽ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? നിങ്ങൾ ഈ എക്സ്റ്റേണൽ വാലിഡേഷനിൽ ടൂ മച്ച് ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ വില കൽപ്പിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള സ്വന്തമായ അഭിപ്രായങ്ങളുണ്ടല്ലോ, അതിനല്ല നിങ്ങൾ ഇത് കൊടുക്കുന്നത്. മറ്റുള്ളവർ എന്ന് പറയുന്നത് അവരുടെ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അവർ ഡിഫൈൻ ചെയ്യുന്നത് ആവരുത്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുക. പലർക്കും പല കാഴ്ചപ്പാടുണ്ടാവും, പല പെർസ്പെക്റ്റീവ്സിനും പല അഭിപ്രായങ്ങളുണ്ടാവും. നമ്മൾ ഓരോരുത്തരുടെ അഭിപ്രായത്തിനനുസരിച്ച് മാറാൻ നിന്ന് കഴിഞ്ഞാൽ നന്നാവുമോ? ശരിയാവില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു തരത്തിൽ കോഡിപ്പെൻഡൻസിയുടെ തന്നെ ഒരു വേരിയേഷൻ എന്ന് പറയാം. അപ്പോൾ അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കാനേ വേണം. പാർട്ട്ണർ ശരിയാണ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ള ആളല്ലേ ചോദിച്ചാൽ അതെ, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, പക്ഷെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, അവരും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് അപ്പോൾ അവർക്കും ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്കും ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ആ രണ്ട് പേരുടെയും വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാനിക്കണം. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കാണുന്നു. പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അപ്പോൾ ഓരോ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴും നമുക്ക് രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ മുന്നേ ഏതോ റീഡിങ്ങിൽ സെയിം കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് തൊട്ട് മുന്നേ ദിവസം ഞാൻ എൻ്റെ ബ്രദറുമായിട്ട് സംസാരിച്ചപ്പോഴാണ്, ബ്രദർ സംസാരിക്കില്ല, അവർ സ്റ്റാറ്റസ് ഇട്ടതാണ്. എക്സാക്ട്ലി ആ സ്റ്റാറ്റസ് ഇട്ട കാരണം അന്ന് ഞാൻ അവർ കണ്ടിരുന്നു, അതിനുശേഷം അവർ സ്റ്റാറ്റസ് ഇട്ടതാണ്. അതിനുശേഷം അതിന് മുന്നോ ഞാൻ വാട്സപ്പിൽ അപ്പോഴാണ് കണ്ടത്. പക്ഷേ അത് വളരെ നല്ല ഒരു മെസ്സേജായിരുന്നു. എനിക്ക് എങ്ങനെ റാൻഡംലി ഞാൻ അങ്ങനെ കാണുന്ന മെസ്സേജസ് മിക്കതും പിറ്റേ ദിവസം കാണുന്ന റീഡായിട്ട് കണക്റ്റഡ് ആയിരിക്കും. എനിക്കപ്പോൾ ഞാൻ ഇതെന്തിനപ്പോൾ ഞാൻ ഈ മെസ്സേജ് കണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മളത് മൈൻഡ് ചെയ്യാതെ വിടും. പക്ഷേ റീഡ് ചെയ്യുമ്പോൾ ഏത് റീഡിങ്ങിലാണോ അത് വേണ്ടത്, അത് ചിലപ്പോൾ പേഴ്സണൽ ആയിരിക്കാം, അല്ലെങ്കിൽ കളക്റ്റീവ് റീഡിംഗ് ആയിരിക്കാം, അതിൽ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മിപ്പിച്ച് തരും. ഇന്നാൾ കണ്ട മെസ്സേജ് ഓർമ്മയില്ലേ, ഇന്നലെ കണ്ട, അങ്ങനെ ഓർമ്മിപ്പിച്ച് തരുമ്പോൾ കണക്ഷൻ എനിക്ക് കിട്ടും. അത് പലപ്പോഴും അങ്ങനെയാണ്. യൂണിവേഴ്സിൻ്റെ രീതികൾ വളരെ യുണീക്കാണ്. അപ്പോൾ ഈ ഒരു കാര്യം അവിടെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വഴക്കുണ്ടാവും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, എൻ്റെ ഭാഗമാണ് ശരിയെന്ന് രണ്ടുപേർക്കും വാദിച്ച് വഴക്കിട്ട് അതിന് അസ്വസ്ഥമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാം. അല്ലെങ്കിൽ രണ്ട് അഭിപ്രായങ്ങളാണ്, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, അപ്പോൾ മറ്റാൾക്ക് അല്ല വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് അവിടെ വ്യത്യാസമായിട്ട് ചിന്തിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഇരുന്ന് സമാധാനത്തിൽ രണ്ട് മുതിർന്ന വ്യക്തികളെ പോലെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം, എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കണേ എന്ന് ചോദിക്കാം. അപ്പോൾ അവർ പറയും ഇന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളും പറയാം ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഇതാണ്. എന്നിട്ട് അവിടെ പക്ഷേ ഈ പറഞ്ഞ പോലെ പിടിവാശിയോ അതൊന്നും പാടില്ല. അപ്പോൾ ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് വിശദമായി അനലൈസ് ചെയ്യുക, എന്തുകൊണ്ട് അങ്ങനെ വന്നു. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേഴ്സ്പെക്റ്റീവ് കിട്ടാം. ഓക്കെ, പുതിയൊരു അറിവ് നേടാൻ പറ്റും, നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനൊക്കെ പുതിയൊരു അറിവ് നേടാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും രണ്ടുപേർക്കും. മനസ്സിലായോ? അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പീസ്ഫുൾ എനർജി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ സിറ്റുവേഷൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മിസ്കമ്മ്യൂണിക്കേഷൻസ് സംഭവിക്കുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും സ്വസ്ഥതയ്ക്ക്, സമാധാനത്തിന്, പ്രോസ്പെറിറ്റി എന്താണ് പറഞ്ഞറിയില്ല. ഓക്കെ, ആ ഒരു പീസ്, ഫുൾ എനർജി, ഓക്കെ, ശാന്തമായ ഒരു എനർജിക്ക് അതിന് വേണം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീരെ യോജിക്കാൻ പറ്റുന്നില്ല, സമാധാനം വേണമല്ലോ അപ്പോൾ മിണ്ടാതിരിക്കാം, അങ്ങനെയല്ല. ഓക്കെ, അത് പിന്നെ വലിയൊരു വഴക്കിലേക്കുള്ള പോക്കാണത്. അത് പിടിച്ചാൽ കിട്ടാത്ത പോലെയാവും പിന്നെ കാര്യങ്ങൾ. അത് അങ്ങനെയല്ല പറയണേ. സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ സഹിച്ചിരിക്കാനോ അല്ല പറയണേ. അത് നമ്മൾ അപ്പം തന്നെ ഓപ്പണായി ഡിസ്കസ് ചെയ്യണം. പക്ഷേ അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ വഴക്കിടാം, അല്ലെങ്കിൽ രണ്ട് മുതിർന്ന വ്യക്തികളെ പോലെ ഇരുന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ അതൊരു എവിടെ എത്തുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം എന്ന് വെച്ചിട്ട് വന്ന് തന്നെ സംസാരിക്കണം. പിന്നെ കാലങ്ങൾ കഴിഞ്ഞിട്ടല്ല, അന്ന് തന്നെ ഈ പണികളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ സംസാരിക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ വളരെ കാഷ്വലായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളുടെ ഇപ്പോൾ മാരീഡ് ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫാണ്, ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ, അത് മാത്രമായി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ ഡിസ്കഷൻ ഇത്ര എളുപ്പത്തിൽ നടക്കില്ല. പക്ഷേ നമ്മൾ സുഹൃത്തുക്കളാണ്, ഓക്കെ, ഈ ഒരു പാർട്ട്നേഴ്സ് എന്നതിനപ്പുറം നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് എന്നൊരു ബോധ്യത്തോടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഒരു ഡിസ്കഷൻ വളരെ പീസ്ഫുള്ളായിട്ടും കൊണ്ടുപോകാൻ മാത്രമല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടുന്ന എന്തെങ്കിലും ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണെന്ന് കൂടെ കാണുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഫ്യൂച്ചറിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊരു ഐഡിയയും കൂടി നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം, കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, പോസിറ്റീവ് എനർജി, ഒരു ജോയ്, വാംത്ത് ഒക്കെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കില്ല, പക്ഷെ അത് മാറി ഒരുപാട് സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, വളരെയധികം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പോസിറ്റീവ് എനർജി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ്, ചെറിയ ചെറിയ നേട്ടങ്ങൾ, ചെറിയ ചെറിയ വിജയങ്ങൾ തൊട്ട് വലിയ വിജയങ്ങൾ, ഓക്കെ, അത് ഏത് അളവിലുള്ളതാണെങ്കിലും നിങ്ങളത് ആഘോഷിക്കുക. അത് നിങ്ങൾ മാത്രമായിരിക്കണം ആഘോഷത്തിൽ. നിങ്ങളിങ്ങനെ ഒരുപാട് പേരെയൊന്നും ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി അത്രയും വേണ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ മാത്രമായിട്ട്, പക്ഷേ ആഘോഷിക്കുക. അത് ആഘോഷിച്ചിരിക്കണം. അതിനെങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ വളരെ കാഷ്വലായിട്ട് വിടാൻ പാടില്ല. അത് ഈശ്വരനോട് നന്ദി പറയാം, അത് ആഘോഷിക്കുക. അങ്ങനെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ആ സന്തോഷങ്ങളിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളിൽ, അപ്പം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ്, ഒരു വൈകുന്നേരം വന്ന് ഒരുമിച്ചിരിക്കുമ്പോൾ അന്നുണ്ടായ ശരി ടെൻഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ഓഫ് കോഴ്സ് നമുക്ക് എനിക്ക് ഇങ്ങനെ ഉണ്ടായി, എനിക്കത് ഭയങ്കര വിഷമമായതൊക്കെ നമ്മൾ പറയണം, വേണ്ടാന്നല്ല പറയണേ. പക്ഷെ അതിന് മുൻപ് നിങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഇന്ന് നടന്ന നല്ല കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ സന്തോഷം നൽകിയ കാര്യങ്ങൾ, നിങ്ങളുടെ പാർട്ട്ണറിന് വർക്ക് പ്ലേസിൽ സന്തോഷം നൽകിയ കാര്യങ്ങൾ, നിങ്ങൾ ഇതൊക്കെ സംസാരിക്കുക. അതൊക്കെ സംസാരിച്ചിട്ട് വേണം പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൈമറി ഫോക്കസ് ചെയ്യുന്നത് പോസിറ്റീവ് എനർജിയിലാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ കൂടുതൽ ആ ഒരു പോസിറ്റീവ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ പിന്നെയും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക. ഓക്കെ, നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന, നമുക്ക് കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് നടക്കുക. അങ്ങനെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫോക്കസിൻ്റെ, നമ്മുടെ എന്താ പറയുക മൈൻഡ് ഷിഫ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫോക്കസിൽ ഒരു ഷിഫ്റ്റ് വരുന്നതോടുകൂടെ, ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ് വരുന്നതോടുകൂടെ നമ്മുടെ റിലേഷൻഷിപ്പിലും ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. അതിപ്പോഴത്തേക്കും മാത്രമല്ല, അത് കാലാകാലത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും. നിങ്ങൾ ആ ഒരു എനർജിയിലായിരിക്കുന്നിടത്തോളം അതിങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൂടെ പറയുന്നു. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ നിങ്ങളുടെ ഒരു ഹാപ്പിലി അവർ ആഫ്റ്റർ, അതായത് ആ ഒരു അറ്റ്മോസ്റ്റ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ വേണമെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളതിൽ ആ റിലേഷൻഷിപ്പിനെ അത്രയും പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നും ഒരുപാട് മാറ്റങ്ങൾ, കോംപ്രമൈസസ് ഒക്കെ വരുത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് വരുത്താൻ നിങ്ങൾ തയ്യാറായിരിക്കണം. മാത്രമല്ല ലൈഫ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഒരുമിച്ചുള്ള ആ ഒരു ജീവിതം ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരിക്കരുത്, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ പീസ്ഫുള്ളായിട്ട് ഇരുന്ന് അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ആ ഒരു പീസ്ഫുൾ ടൈം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അത് വെറുതെ രണ്ടുപേരും ചുമ്മാ അങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ഒരു കാപ്പി കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കുകയോ ഒക്കെ ആണെങ്കിൽ പോലും ആ ഒരു സമയം നിങ്ങൾക്ക് വേണം. എന്നിട്ട് വളരെ എന്താ പറയുക അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, എന്നാൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, കൂടുതലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കുക. എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു സന്തോഷം പകരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കുക. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല പറയണേ, അല്ലാതെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ട്, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന സന്തോഷങ്ങൾ, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്ന വെച്ചാൽ കൂടുതൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ കൂടുതൽ റിലാക്സ്ഡ് ആവുകയും കൂടുതൽ ഒരു സ്വസ്ഥമായൊരു കണക്ഷനായിട്ട് അത് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് സ്വസ്ഥത വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ആ ഒരു വീട്ടിലായിരിക്കണം. അപ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പേഴ്സൻ്റെ പ്രസൻസ്, നിങ്ങളുടെ പാർട്ട്ണറുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പീസ്ഫുൾ എനർജി കിട്ടുന്നത് എന്നൊരു രീതിയിലേക്ക് ചിലപ്പോൾ റിലേഷൻഷിപ്പ് മാറി മറിയും. പക്ഷെ അത് മാറി മറിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ
നിങ്ങളുടെ ഇടയിൽ ആ ഒരു നല്ല പാർട്ട്ണർഷിപ്പ് വേണം. ഈ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട്ണർ എന്ന് കപ്പിൾസ് അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് മാത്രമല്ല, അതിലുപരി നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ എങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ഒരു അൺഡിനൈയിങ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെയാണ് നിൽക്കേണ്ടത്. പാർട്ട്ണറും ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് ഫേസിൽ പെടുമ്പോൾ പ്രൊവൈഡഡ് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റില്ല, ഓക്കെ, നിങ്ങളല്ല തെറ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു അപരാധമൊന്നും അല്ല എങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ ആരെങ്കിലും ചതിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി അവർ ചെയ്ത തെറ്റാണ്. ആ തെറ്റെന്താണെന്ന് നിങ്ങൾ ചൂടി കാണിക്കണം. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചാലഞ്ചസിൽ വന്ന് പെട്ടു, ഒരു ചാലഞ്ചിങ് ആയിട്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഓക്കെ, ആ സപ്പോർട്ട് നിങ്ങൾ കൊടുക്കണം. മറ്റുള്ളവരെ പോലെ അവരുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ശ്രദ്ധിക്കണമായിരുന്നു ഇങ്ങനെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയാതെ അവരുടെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പിലാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നീടാണ് ഒരു റിലേഷൻഷിപ്പ്, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന രീതിയിലേക്ക് അത് പ്രോഗ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ഇനിയും വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, നല്ല സുഹൃത്തുക്കളായി മാറാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുക തന്നെ വേണം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഓക്കെ, ഞാനങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, ഞാൻ അങ്ങനെ പറഞ്ഞാൽ വിഷമമാവോ, അങ്ങനെ ഒന്നും അല്ലാതെ നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. മനസ്സിലധികം കാര്യങ്ങൾ വയ്ക്കാതെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയുക. അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും ടൈം സ്റ്റാമ്പ്സിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക്